ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജേനെയാണ് കേട്ടോ. അപ്പം വൈജ ബെഡൊക്കെ ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. റൂമിനകത്ത് വൈജയുടെ ഹസ്ബൻഡും ഉണ്ട്. അങ്ങനെ വൈജയുടെ ഹസ്ബൻഡിനോട് ചോദിക്കുക, അതെ നാളെ അമ്മയ്ക്ക് മെഡിസിനൊക്കെ മേടിക്കേണ്ട ദിവസമാണ്, മെഡിസിനൊക്കെ തീർന്നു, നാളെ ബാലേട്ടൻ പോയി മേടിക്കുവോ അതോ ഇനിയിപ്പം ഞാൻ പോയി മേടിക്കണോ? അപ്പോഴത്തേക്കാണ് നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യ്, താൻ തന്നെ പോയി മേടിച്ചോ, കുഴപ്പമില്ല. ഓഹ് എന്റെ പൊന്നു ബാലേട്ടാ, ഞാൻ ആ ട്രാഫിക് ജാമിന്റെ ഇടയിൽ കൂടെയൊക്കെ കയറി വണ്ടി ഉന്തി തള്ളി പിടിച്ചോണ്ട് വരുമ്പോൾ ഒരു നേരമാകും. നിങ്ങൾ ടൗണിന്റെ അടുത്ത് തന്നെയല്ലേ, നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയല്ലേ അവിടെ മെഡിക്കൽ സ്റ്റോർ ഉള്ളത്, ആ ഷോപ്പിൽ നിന്ന് മരുന്ന് മേടിച്ചാൽ പോരെ. അതിനിപ്പം ഞാൻ കഷ്ടപ്പെട്ട് വന്ന് ഇനിയിപ്പം വണ്ടി തള്ളി പിടിച്ചോണ്ട് വന്ന് മരുന്ന് മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഓ, ഇതായിരുന്നെങ്കിൽ നിനക്ക് ആദ്യമേ അങ്ങ് പറഞ്ഞാൽ പോരെ, ബാലേന്ദ്ര മരുന്ന് മേടിച്ചോണ്ട് വാടാന്ന്. അതാണല്ലോ നിന്റെ പതിവ്. അല്ലാതെ ബാലേട്ടാ ഞാൻ മേടിക്കണോ അതോ നീ മേടിക്കണോ എന്നൊക്കെ ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ, ഓ കളിയാക്കിയതാണല്ലേ? കളിയാക്കിയതൊന്നുമല്ല, ഉള്ള കാര്യം പറഞ്ഞത്. ഞാൻ മേടിക്കണം താനും, എന്നിട്ട് ഞാനും മേടിക്കണോ എന്ന് ചോദിക്കേണ്ട വലിയ കാര്യമുണ്ടോ? ബാലേന്ദ്രൻ പോയി മേടിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ, അത്ര വലിയ ഉള്ളൂ. പിന്നെ മെഡിസിന്റെ സ്ലിപ്പൊക്കെ എന്തിയെ, അതൊക്കെ ഇങ്ങെടുക്കുക എന്നിങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞപ്പോഴത്തേക്കും എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ പേഴ്സ് ഇങ്ങനെ തപ്പുവാണ് നമ്മുടെ വൈജ. അപ്പം വൈജ പേഴ്സ് തപ്പി, ഇപ്പം പേഴ്സ് കാണുന്നില്ല. അപ്പൊ വൈജയുടെ പേഴ്സ് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും, ദേ ഇതാണോ നിന്റെ പേഴ്സ്? അതാ എന്റെ പേഴ്സ്. ഇതിനകത്തുണ്ടോ സ്ലിപ്പ്? അതിനകത്ത് സ്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ബാലേന്ദ്രൻ ഇങ്ങനെ സ്ലിപ്പൊക്കെ ഇങ്ങനെ തപ്പുവാണ്. അപ്പൊ സ്ലിപ്പൊക്കെ തപ്പി 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 നോക്കിയെടുക്കാൻ നേരത്ത് പറ്റുന്നില്ല. അപ്പൊ ഒത്തിരി പൈസയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ജാമായിട്ടിരിക്കുക. നമ്മുടെ ബാലേന്ദ്രൻ എന്ത് ചെയ്തു, ബെഡിലേക്ക് അതങ്ങ് കുടഞ്ഞിട്ടു. ബെഡിലേക്ക് കുടഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് വന്ന് വീണത് ആ മോതിരമാണ്. പെട്ടെന്ന് ബാലേന്ദ്രൻ നോക്കിയപ്പോഴത്തേക്കും ദേ കിടക്കുന്നു ആ മോതിരം. അത് കൊള്ളാലോ, അല്ല ഇതെന്താ വൈജയ്, ഇന്ന് നോക്കിയെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇതാണല്ലോ മോതിരം, കാണാതെ പോയ മോതിരം കിട്ടിയല്ലോ. കാണാതെ പോയ മോതിരം കിട്ടിയല്ലേ? കിട്ടി, ഏതായാലും കയ്യിലിട്ടേക്കാം. ഈ മോതിരം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, 1.5 പവന്റെ മുതലാണേ. ഓ, 1.5 പവന്റെ മോതിരം, കാണാതെ പോയത് കിട്ടി. അല്ല നീ നേരത്തെ പോലീസിനെ വിളിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, എന്തോ തെറ്റുകാരി ഇവിടെ ഉള്ള വേലക്കാരിയാണെന്നോ അതുകൊണ്ട് പോലീസിനെ വിളിക്കണമെന്നോ അന്വേഷണം നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നീ എന്താ അങ്ങ് മുങ്ങുന്നത്? അല്ല മോതിരം കിട്ടിയല്ലോ, ഇനിയിപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത്? മോതിരം കിട്ടി. എടി നീ എന്തിനാടി ആ പെങ്കൊച്ചിനെ അങ്ങനെ അപമാനിച്ചത്? നീ അവള് കള്ളിയാണെന്ന് പറഞ്ഞില്ലേ, അവളാ ഈ മോതിരം എടുത്തതെന്ന് നീ പറഞ്ഞില്ലേ? അത് പിന്നെ മോതിരം കിട്ടി, ഇനിയിപ്പം പോ, എനിക്ക് ഉറക്കം വരിക, ഞാൻ കിടന്നുറങ്ങാൻ പോവാ. ഓ, നീ കിടന്നുറങ്ങാൻ പോവാ അല്ലേ? അവളോട് ഒരു സോറി പോലും നിനക്ക് പറയണ്ടേടി? സോറിയോ? ഞാനോ? അതും വേലക്കാരിയോട്? പിന്നെ വേലക്കാരികളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. എന്റെ പൊന്നു ബാലേന്ദ്ര, ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ഓ, നീ ഇങ്ങനെയല്ലായിരുന്നല്ലോ നേരത്തെ വിളിച്ചത്, ബാലേട്ടാന്നായിരുന്നല്ലോ. എനിക്ക് തോന്നുമ്പോ ഞാൻ തോന്നുന്നത് വിളിക്കും. തോന്നുമ്പോ നീ തോന്നുന്നത് വിളിക്കും. വൈജയ്, നീ ഈ കാണിക്കുന്ന ഒന്നും നേരിന്ന് നിരക്കുന്ന കാര്യങ്ങളൊന്നും അല്ല, അത് നീ മനസ്സിലാക്കിക്കോ. നീ നേരിന് നിരക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ആ വേലക്കാരി എന്ന് പറയുന്ന ആ പെണ്ണിനോട് മാത്രം നിനക്ക് എന്താ ഇത്ര വാശിയും വൈരാഗ്യമൊക്കെ? നിന്റെ ആരെങ്കിലും ആണോ അവള്? അല്ലല്ലോ, അവൾ എവിടെന്നോ വന്നൊരു പെങ്കൊച്ച്. ആ പെങ്കൊച്ചിനോട് എന്തിനാടി നീ ഈ വാശിയും വൈരാഗ്യമൊക്കെ വെക്കുന്നത്? നീ തരക്കാരോട് ചെന്ന് കളിക്ക്, അത് വെറുതെ. അതിന് എന്തെങ്കിലും നീ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കേൾക്കാനല്ലേ പറ്റത്തുള്ളൂ. എടി ഞാൻ പറഞ്ഞു, തല്ലുമ്പോൾ തിരിച്ചു തല്ലാൻ ശേഷിയുള്ളവരോട് നമ്മൾ തല്ലണം. അല്ലാതെ തല്ലില്ല എന്ന് ഉറപ്പായിട്ടും നമുക്കറിയാവുന്നവരെ നമ്മൾ തല്ലി തോൽപ്പിക്കുന്നതേ അത് നമ്മുടെ തോൽവിയല്ല, അത് നീ മനസ്സിലാക്കിക്കോ. ഓ എന്റെ പൊന്നു ബാലേന്ദ്ര, ഒന്ന് കിടക്കുന്നുണ്ടോ? എനിക്ക് രാവിലെ ഓഫീസിൽ പോകാനുള്ളതാ എന്നും പറഞ്ഞിട്ട് കിടക്കുകയാണ് നമ്മുടെ വൈജ. ബാലേന്ദ്രനാണെങ്കിൽ ഇങ്ങനെ ഒരു മുതല് എന്നും പറഞ്ഞ് അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന സീനാണ് കാണിക്കുന്നത്. അങ്ങനെ ബാലേന്ദ്രനും 3 മക്കളും ഒക്കെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. വൈജയും ഉണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല നീ മോതിരം കിട്ടിയ കാര്യം അലീനോട് പറഞ്ഞായിരുന്നോ? അത് പിന്നെ ഞാന് പറഞ്ഞില്ല. അതിപ്പോ അവളെ എന്തിനാ അറിയിക്കുന്നത്? അവളെന്താ വീട്ടുകാരിയോ? വീട്ടുകാരി അല്ലെങ്കിലും അവളെ കുറ്റപ്പെടുത്തിയതല്ലേ. അതിപ്പം നിനക്കൊന്ന് പറയാനുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? ഓ, പിന്നെ അവളെ ബോധിപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അവളോട് പറയൊന്നും വേണ്ട. ഇടി വൈജയൻ, ഞാൻ പറയുന്നത് വേണ്ട ബാലേന്ദ്ര, വെറുതെ എന്തിനാ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നത്? നീ പറയണ്ട. അല്ല നീ മക്കളോട് പറഞ്ഞോ? അത് അവരോട് ഞാൻ പറഞ്ഞില്ല. അതെ മക്കളെ, അറിഞ്ഞോ, അമ്മയുടെ മോതിരം കിട്ടി, അമ്മയുടെ പേഴ്സിനകത്തുനിന്ന്. ആണോ, മോതിരം കിട്ടിയോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കൃഷ്ണ പറഞ്ഞു, വെറുതെ ആ ചേച്ചിനെ സംശയിച്ചു. എന്തിനാ അമ്മ വെറുതെ സംശയിച്ചത്? കൃഷ്ണേ, നീ ഭക്ഷണം കഴിച്ചിട്ട് എണീറ്റ് പോകാൻ നോക്ക്, സ്കൂളിൽ പോകാറായില്ലേ? അപ്പോഴത്തേക്കാണ് നമ്മുടെ അലീന വരുന്നത്. അലീന പറഞ്ഞു, കൃഷ്ണമോൾക്ക് ഒരു ഓംപ്ലേറ്റും കൂടെ വെക്കട്ടെ ടിഫിൻ ബോക്സിനകത്ത്, ലഞ്ച് ബോക്സിനകത്ത്? വെച്ചോ ചേച്ചി, കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അലീന അവിടെ നിൽക്ക്. അലീന ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? ഇന്നലെ ഇവിടുന്ന് കാണാതെ പോയ മോതിരം അത് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് വൈജയുടെ പേഴ്സിനകത്ത് തന്നെ ഉണ്ടായിരുന്നു.
ഏതായാലും മോളെ സംശയിച്ചു എല്ലാവരും, എനിക്കറിയാം. അതുകൊണ്ട് സോറി മോള് അത് കാര്യമാക്കണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മോതിരം കിട്ടിയല്ലേ, ഓക്കെ ഓക്കെ സാറേ എന്ന് പറഞ്ഞു. വേറെ ഒന്നും അലീന പറഞ്ഞുമില്ല. അലീനയുടെ മുഖത്ത് ഒരു ചെറിയൊരു പുച്ഛഭാവം പോലെ, അതായത് വേറെ ഒന്നും വ്യാഖ്യാനിക്കാനോ വിശദീകരിക്കാനോ ഒന്നും നിന്നില്ല അലീന. അത് കിട്ടിയില്ലോ, എന്നെ കുറ്റപ്പെടുത്തിയില്ലോ എന്നൊന്നും പറഞ്ഞില്ല. അലീന ആയിക്കോട്ടെ എന്ന് മാത്രം പറഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് അലീന അങ്ങ് പോയപ്പോൾ, കണ്ടോടി ആ പെണ്ണിനോട് അത് പറഞ്ഞു കഴിഞ്ഞപ്പം അവളുടെ മുഖത്തുണ്ടായ മാറ്റം കണ്ടോ? അവളൊന്നും പറഞ്ഞില്ലെങ്കിലും ആ മാറ്റത്തിലുണ്ടല്ല, അത് നീ സൂക്ഷിച്ചോ, അത് നീ ശ്രദ്ധിച്ചോ? അതെ, അല്ലെങ്കിലും അവളെ ഞാനൊന്ന് സൂക്ഷിക്കണം, ഞാൻ അവളെ ഒന്ന് ശ്രദ്ധിക്കണം. ബാലേന്ദ്രൻ എന്തിനാ ഇപ്പൊ സോറിയൊക്കെ പറഞ്ഞത്? എന്നെ കൊച്ചാക്കുന്ന പോലെ ആയി പോയില്ലേ അത്? ഓ, നിന്നെ കൊച്ചാക്കേണ്ട കാര്യമുണ്ടോ? എടി, ഈ മോതിരം കിട്ടിയെന്ന് അറിയുമ്പോൾ തന്നെ നീ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ കൊച്ചായി പോയി. കാരണം നീ അതുപോലെയാണല്ലോ ഇവിടെ ഉള്ളവരെ സംശയിച്ചത്. എന്നോട് വന്ന ഉടനെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പറയുന്നു. നീ പറയേണ്ട സോറിയാ ഞാൻ പറഞ്ഞത്. നമ്മുടെ ആരുടെ മുമ്പിലാണെങ്കിലും, അത് വേലക്കാരിയുടെ മുമ്പിലാലും യാചകന്റെ മുമ്പിലാണെങ്കിലും, നമ്മുടെ ഭാഗത്ത് തെറ്റെങ്കിൽ നമ്മളൊരു സോറി പറഞ്ഞ് നോർത്തുകൊണ്ട് അവിടെ ഒന്നും തകരാൻ പോകുന്നില്ല. ഈ ഇരിക്കുന്ന വൈജയന്തിയുടെ പ്രശസ്തിയും അതുപോലെ തന്നെ കുടുംബമഹിമയൊന്നും പോകാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് നീ മനുഷ്യനായിട്ട് ചിന്തിക്ക്. ഒരു മനുഷ്യ സ്ത്രീയോട് കാണിക്കേണ്ട പരിഗണന ആ സ്ത്രീയോട് നീ കാണിക്ക്. അല്ലാതെ ദേ കാപ്പി കുടിച്ചിട്ട് എണീറ്റിട്ട് പോകാൻ നോക്ക്, അല്ലാതെ ഇവിടെ ഇരുന്ന് ഓരോന്ന് വിളിച്ചു കൂവരുത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ വൈജ അവിടെ നിന്ന് കാപ്പി കുടിച്ച സ്ഥലത്ത് നിന്ന് എണീറ്റ് അങ്ങ് പോയി കേട്ടോ. അപ്പോഴേക്കും ദേ മക്കളെ, ഇതൊന്നും കണ്ട് നിങ്ങൾ പഠിച്ചേക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ലെവലേശം വെളിവോ ബുദ്ധിയോ നിങ്ങളുടെ അമ്മയ്ക്കില്ല. നിങ്ങളുടെ അമ്മ പിടിച്ച മൊയലിന് ഇത്ര കൊമ്പാണെന്നുള്ള ഒരിത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അമ്മയ്ക്ക്. അല്ലാതെ നിങ്ങളുടെ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതുപോലെ ഉള്ളതിനെയൊക്കെ മേയ്ക്കുന്ന എന്നെ സംബന്ധിച്ചാൽ മതിയല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മക്കളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വൈജ. അല്ല അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചോ? അവള് തരുന്ന ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? വായിക്ക് വെച്ച് കഴിക്കാൻ പറ്റുമോ? അവള് തരുന്ന ഭക്ഷണത്തിന് എന്താ വൈജ ടേസ്റ്റ് കുറവ്? നന്നായിട്ടല്ലേ അവള് ഭക്ഷണം ഉണ്ടാക്കണത്? നന്നായിട്ട് എവിടെന്ന്? പിന്നെ തരക്കേടില്ല എന്ന് പറയാം, അത്ര മാത്രമേ ഉള്ളൂ. അല്ല, ഈ ഗ്ലാസും ഈ കാപ്പി കുടിച്ച പാത്രമൊക്കെ എന്താ അവൾ എടുത്തോണ്ട് വെക്കാത്തത്? അത് പിന്നെ അവൾ എടുത്തോണ്ട് വെക്കും, കൊച്ചിന് അടുക്കള പണി കാണുമല്ലോ. അങ്ങനെയൊന്നും പോരാ, വൃത്തി അതെനിക്ക് മെയിൻ ആണെന്നുള്ള ഉള്ള കാര്യം അമ്മയ്ക്ക് അറിയാലോ. ഈ ഗ്ലാസും ഈ പ്ലേറ്റും അവളെ ഇപ്പൊ തന്നെ എടുത്തോണ്ട് വേണം. അലീനെ, എടി ഇവിടെ വാടി എന്ന് പറഞ്ഞ് അലീനെ വിളിക്കുക. അലീന ഓടി വന്നിട്ട്, എന്താ മേഡം? അത് പിന്നെ ദേ ഇതെടുത്തോണ്ട് വെച്ചേ, ഇതെന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്? ഇത് എടുക്കാൻ ഇനി വേറെ ആരെങ്കിലും നീ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? അത് പിന്നെ ഞാൻ ജോലി. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, എന്തിനാ വൈജ നീ ആ പെങ്കൊച്ചിനോട് തുള്ളുന്നത്? അപ്പം നമ്മുടെ അലീന പറഞ്ഞു, സാരമില്ല, അത് ഞാൻ എടുത്ത് മാറ്റിക്കോളാം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ മാറ്റിയപ്പോഴത്തേക്കും, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിൽക്കേണ്ട സ്ഥാനത്ത് നീ നിന്നോണം, അല്ലാതെ തലയിൽ കയറി നിൽക്കാൻ വരരുത്. അപ്പൊ വീണ്ടും മുത്തശ്ശി പറഞ്ഞു, എന്തിനാ വൈജ നീ ആ പെങ്കൊച്ചിനോട് ദേഷ്യപ്പെടുന്നത്? അത് നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അല്ലെങ്കിൽ അതിനെ കണ്ടപ്പോ മുതൽ നിനക്ക് ദേഷ്യവും വൈരാഗ്യവും ആണല്ലോ അതിനോട്. നീ എന്തിനാ വെറുതെ അവളോട് തർക്കിക്കുന്നത്? ഇവളോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ട് എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. എന്ത് സംശയമാണ് വൈജ നിനക്കുള്ളത്? ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത് അച്ഛനാണല്ലോ. അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ ദൂരീകരിച്ചോളാം. മാത്രമല്ല മനുവും കൂടെ ആണല്ലോ കൂടെ പോയത്. തൊലിവെളുപ്പുള്ള പെണ്ണിനെ നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു, അത്രമാത്രം. അല്ലാതെ എന്താ പറയാ, തൊലിവെളുപ്പുള്ള പെണ്ണിനെ നോക്കിക്കൊണ്ട് വന്നതൊന്നും നീ പറയണ്ട. അവൾക്ക് തൊലിവെളുപ്പ് മാത്രമല്ല, അവൾ നല്ല രീതിയിൽ അവിടെ ജോലിയൊക്കെ ചെയ്യുന്നത് അറിയാലോ. ഞാൻ ഈ വിധത്തിലാകാൻ, ഞാൻ ഈ ഒരു രീതിയിലാകാൻ കാരണം ഇവള് തന്നെയാ. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ദേ ഇപ്പോഴും ചത്ത് ഈ മുറി കിടന്നേനെ. അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ തിരിഞ്ഞു നോക്കുവോ? നീ മാത്രമോ അല്ലാതെ, അല്ലെങ്കിൽ പിന്നെ ബാലേന്ദ്രനും അല്ലാതെ വേറെ ആരെങ്കിലും ഈ റൂമിലേക്ക് കയറുവോ? ഇല്ലല്ലോ. നിങ്ങൾ പോയി കഴിയുമ്പോൾ ഒരു ചത്ത ശവം പോലെ, ശരീരം പോലെ ഞാൻ ഇവിടെ കിടക്കും. പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം എനിക്ക് സംഭവിച്ചു. അതുകൊണ്ട് ഇവള് നല്ലവള് തന്നെയാ, ഏതോ നല്ല കുടുംബത്തിൽ ജനിച്ചത് തന്നെയാ. അയ്യോ, പിന്നെ എന്ത് നല്ല കുടുംബത്തിൽ ജനിച്ചത്? ഏതോ തള്ളയ്ക്ക് പിഴച്ച് പ്രസവിച്ച് ഇവളെ കൊണ്ടുപോയി ആ തള്ള അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. ഒരു പിഴച്ച തള്ളയ്ക്ക് ഉണ്ടായവളാണോ നല്ലവള്, നല്ല കുടുംബത്തിൽ ജനിച്ചത്? ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അലീനയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. അലീന പറഞ്ഞു, ദേ നിങ്ങൾ പറയുന്നത് പോലെ ചിലപ്പോൾ എൻ്റെ അമ്മ പിഴച്ചു പറ്റതായിരിക്കും. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ എൻ്റെ അമ്മയ്ക്ക് ഒരു അന്തസ്സായ കുടുംബമുണ്ട്. എൻ്റെ അമ്മ അന്തസ്സായ കുടുംബത്തിൽ തന്നെ ഉണ്ടായവള് തന്നെയാ എന്നിങ്ങനെ പറഞ്ഞപ്പോ, അതെങ്ങനെ നിനക്കറിയാടി? ആരാ അമ്മ, ആരാ അച്ഛൻ എന്ന് പോലും അറിയത്തില്ലാത്ത നിനക്ക് എങ്ങനെ അറിയാടി? ഏതോ ഒരു അവിഹിത ബന്ധത്തിൽ ഉണ്ടായിട്ട് നാട്ടുകാരും വീട്ടുകാരും അറിയാതെ ഏതോ ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി പ്രസവിച്ച ശേഷം അവൾ ഉപേക്ഷിച്ചിട്ട് പോയി. അവളാണോ നല്ലവള്? അവൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവളായിരിക്കുന്നു. നമ്മുടെ വൈജയനെ തന്നെ വൈജ ഈ പറയുന്നതെന്ന് വൈജയ്ക്ക് അറിയത്തില്ലല്ലോ.
അങ്ങനെ നമ്മുടെ വൈജ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അലീനെ ഈ പാത്രമൊക്കെ പിറക്കി മാറ്റി വെക്കുന്നതൊക്കെ. അത് കഴിയുമ്പോൾ അലീന പാത്രമൊക്കെ കൊണ്ട് കിച്ചണിലേക്കൊക്കെ വെക്കുന്നുണ്ടേ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്നുമോളെയാണ് കേട്ടോ. അപ്പൊ ചിന്നുമോളാണെങ്കിൽ ഭയങ്കര കരച്ചില്, രാത്രി കിടന്ന് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചില്. അപ്പൊ അവിടെ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പം ആ സിസ്റ്റേഴ്സ് വന്ന് ഓടി വന്നിട്ട് എന്താ മോളെ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ചിന്നുമോള് മമ്മി 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 എന്ന് ജനലിന്റെ ആ ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിക്കാം. അപ്പൊ ആ കുട്ടി സ്വപ്നം കണ്ടതാന്ന് തോന്നുന്നു. അപ്പൊ ഒരു സിസ്റ്റർ പറഞ്ഞു അവള് സ്വപ്നം കണ്ടതാന്ന് തോന്നുന്നു ബ്രിജിത്തമ്മേനെ. പിന്നെ അവള് രേവതിന്നും അലീനാന്നും ഒക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട് അവരല്ലായിരുന്നോ അവളെ നോക്കിയത്, ആ ഒരു ഓർമ്മയിൽ ആ കുട്ടി എന്ന് പറയാണ്. അപ്പം കുട്ടി ഇങ്ങനെ പറഞ്ഞു, എന്നോട് മമ്മി ഒന്നും മിണ്ടിയില്ല, മമ്മി എന്നെ കണ്ടു പക്ഷെ മമ്മി എന്നോട് ഒന്നും മിണ്ടിയില്ല, മമ്മി അവിടെ വന്ന് നിന്നിട്ട് പോയിന്ന്. അപ്പം അവരും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനിട്ട് കിടന്നുറങ്ങിക്കോ, സാരമില്ല, നമുക്ക് മമ്മി ഇനി വരുമ്പോൾ നമുക്ക് മമ്മിയോട് സംസാരിക്കാം, കൊച്ചിന് തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടീനെ അവിടെ കിടത്തി ഉറക്കാണ് കേട്ടോ. അപ്പൊ ആ ഒരു സീനാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലീന ഒരു ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ മുത്തശ്ശി ചോദിച്ചു, ഇത് ഏത് ഫോണാടി, നിനക്ക് ഫോണൊക്കെ ഉണ്ടോ? ഇത് ചെറിയ ഫോണാണല്ലോ, ഇപ്പോൾ ഉള്ള പെൺപിള്ളാരുടെ കയ്യിൽ, ഇവിടെ കൃഷ്ണയുടെ കയ്യിൽ വരെ ഫോണുണ്ട്, അതിങ്ങനെ തോണ്ടി 24 മണിക്കൂറും ഇരിക്കുന്നത് കാണാം. അയ്യോ ഇത് എൻ്റെ ഫോണൊന്നും അല്ല മുത്തശ്ശി, ഇതെന്റെ മമ്മിയുടെ ഫോണാ, ഇതിൽ കുറേ നമ്പേഴ്സൊക്കെ ഉണ്ട്, ഫോൺ വിളിക്കാൻ മാത്രമല്ലേ മമ്മി ഇത് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ ഫോണിൽ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, മമ്മി ഇതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, വർഷങ്ങളായിട്ട് മമ്മിയുടെ കയ്യിലുള്ള ഫോണാ, എന്തോ മമ്മീന് ഓർമ്മ വന്നപ്പോൾ ഞാനിതങ്ങ് എടുത്തതാ, ഇതിന്റെ ചാർജ് തീർന്നത് കുത്തിയിടണമെന്ന് പറഞ്ഞപ്പം ആ അത് ശരിയാ, ചാർജ് തീർന്നല്ലേ, എങ്കിൽ കുത്തിയിട്, ഇപ്പൊ ഫോണൊക്കെ വേണം മോളെ, ഫോണൊക്കെ ഒരെണ്ണം കയ്യിലുള്ളത് നല്ലതാ, ചില ഇത് നോക്കുകയാണെങ്കിൽ ഫോൺ കയ്യിലുള്ളത് നല്ലതാ, ചിലത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫോൺ കയ്യിലുള്ളത് മോശവുമാണ്. ഏതായാലും മോളത് കൊണ്ട് കുത്തിയിടാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന അത് കൊണ്ടുപോയി കുത്തിയിടാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതീനെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്രേസിയും മാമച്ചനും കൂടി എവിടെയോ പോയിട്ട് വരികയാണ്. അപ്പൊ എവിടെയോ പോയിട്ട് ഇങ്ങനെ വന്നു, ഭയങ്കര മഴയായതുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പം രേവതി കുടയൊക്കെ ആയിട്ട് ഓടി വരുന്നുണ്ട്. അപ്പൊ രേവതി വരുന്നത് കണ്ടതും രേവതി കുട്ടി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ രേവതിയുടെ കുടയിൽ ഇങ്ങനെ കയറി പോവുകയാണ് കേട്ടോ. അതും രേവതിനെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും രണ്ട് സൈഡിലും നിന്ന് രേവതി നടുക്ക് നിന്നാണ് കയറി പോകുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ രേവതി എന്ന് പറയുന്നത് അവർ വേലക്കാരിയായിട്ടല്ല കാണുന്നത്, ഒരു മോളെ പോലെ തന്നെയാണ് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് അവർ കെട്ടിപ്പിടിച്ച് കയറി പോകുന്നത് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ അകത്ത് കയറി ചെന്ന് കഴിയുമ്പോൾ രേവതി ഇതെന്താ നീ എടുത്തോണ്ട് വെക്കാത്ത, ഈ കൂടൊക്കെ എടുത്തോണ്ട് വെക്കുക, അയ്യോ മേഡം ഞാൻ മറന്നുപോയി, ഇത് എവിടെയാ മേഡം എടുത്തോണ്ട് വെക്കേണ്ടത്, അത് പിന്നെ ഇത് നിന്റെ റൂമില്, ഇത് എന്റെ റൂമിലോ, ഇത് നിന്റെ റൂമിലെ എടുത്ത് വെക്കേണ്ടത്, ഇത് നിനക്കുള്ളതാന്ന് പറയാ. അങ്ങനെ നമ്മുടെ രേവതിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചു കേട്ടോ. അങ്ങനെ മാമച്ചനും ഗ്രേസിയും കൂടെ രേവതിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചത് ഇങ്ങനെ പിന്നെ ആ കൂടിന്ന് എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ രേവതിയിൽ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്, രേവതിയുടെ ആ ഒരു ചേരുവോ എന്നൊക്കെ അറിയാൻ വേണ്ടി. എന്നിട്ട് സൂപ്പറായിട്ട് ചേരുന്നുണ്ടല്ലോടി എന്നിങ്ങനെ പറയുന്നുണ്ട്. രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരാൾ ഡ്രസ്സൊക്കെ മേടിച്ചൊക്കെ കൊടുക്കുന്നതോ അത്രയും നല്ല വിലയുടെ ഡ്രസ്സൊക്കെ നമ്മുടെ രേവതി ആദ്യമായിട്ടായിരിക്കും ഇടുന്നത്. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് ഞാൻ വരാം. ഇനി നമ്മുടെ പ്രമോ വിശേഷം വൈകിട്ട് ഒരു 7:00 കൂടി നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ നാളത്തെ പ്രമോ വിശേഷം. അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ലൈക്കിലൂടെയും കമന്റിലൂടെയും ഒക്കെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിർത്തുന്ന ലൈക്ക് അടിച്ചിട്ട് മറക്കരുത്. ടാറ്റാ ബൈ ബൈ.